നമസ്കാരം, ഏവർക്കും SN എഡ്യൂടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ കണക്കിലെ രണ്ടാമത്തെ പാഠഭാഗമായ ശരാശരി എന്ന ആശയമാണ്. ഈ പാഠഭാഗത്തെ നമ്മൾ പഠിക്കുന്നത് ശരാശരി, ഇംഗ്ലീഷിൽ ആവറേജ് എന്ന് പറയുന്ന ആശയത്തെയാണ്. ഇനി എന്തിനാണ് ഈ ശരാശരി എന്ന ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യകത എന്താണ്? നോക്കൂ, തൻ്റെ ചുറ്റുപാടുകളെ സംഖ്യാപരമായി വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും അതുവഴി തൻ്റെതായ തീരുമാനമെടുക്കാനും നന്നായി ആശയവിനിമയത്തിന് ഉപയോഗിക്കുവാനും ശരാശരി നമ്മൾക്ക് ആവശ്യമാണ്. എന്നാൽ ശരാശരി എന്ന ആശയം മനസ്സിലാക്കുന്നതിനും അതിൻ്റെ ഉപയോഗം വിശദീകരിക്കുന്നതിനും ശരാശരിയുടെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെട്ട ഊഹങ്ങൾ നടത്തുന്നതിനും ശരാശരി കണക്കാക്കി രണ്ട് കൂട്ടങ്ങളെ താരതമ്യം ചെയ്യാനും നമുക്ക് ഈ ശരാശരി എന്ന ആശയം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഒരുപാട് കണക്കുകൾ ശരാശരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. അതിനു മുന്നേ എങ്ങനെയാണ് ഒരു ശരാശരി കാണുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ശരാശരി കണ്ടെത്തുക എന്നതിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, ശരാശരി എന്ന ആശയം മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു സൂത്രവാക്യമാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ശരാശരി സമം ആകെ തുക ഹരിക്കണം എണ്ണം. ശരാശരി സമം ആകെ തുക ഹരിക്കണം എണ്ണം. ഈ ഒരു സൂത്രവാക്യമാണ് ഈ പാഠഭാഗത്തിൽ ഉടനീളം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു സൂത്രവാക്യത്തെ പല രീതിയിൽ മറിച്ചുകൊണ്ടാണ് ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു ആശയം ഇതാണ്. സൂത്രവാക്യം, ശരാശരിയുടെ സൂത്രവാക്യമായ ശരാശരി സമം ആകെ തുക ബൈ എണ്ണം. ഇതിനെ ഇംഗ്ലീഷിലാണെങ്കിൽ ശരാശരി ആവറേജ് എ സമം ആകെ തുക സം എസ് ബൈ എണ്ണം നമ്പേഴ്സ് എ സമം എസ് ബൈ എൻ. Average is equal to sum by total sum by number. Okay. ഇനി എന്താണ് ശരാശരി എന്ന് സാധാരണ രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ വീട്ടിൽ 3 മക്കളുണ്ട്. 3 മക്കൾക്കും കൂടി അച്ഛൻ വരുന്ന സമയത്ത് 9 മിഠായി കൊണ്ടുവന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എത്ര മിഠായി കിട്ടും? എങ്ങനെ കാണാം? അച്ഛൻ കൊണ്ടുവന്ന മിഠായികളുടെ എണ്ണം എത്രയാണ്? 9 അല്ലേ? അത് വീതിച്ചെടുക്കേണ്ട ആൾക്കാരുടെ എണ്ണം എത്രയാണ്? കുട്ടികളുടെ എണ്ണം 3. അതായത് 9 ഹരിക്കണം 3 എത്ര കിട്ടി? 3 9. ഒരു കുട്ടിക്ക് എത്ര മിഠായി കിട്ടും? 3 എണ്ണം കിട്ടും അല്ലേ? അപ്പോ ശരാശരി ഒരു കുട്ടിക്ക് എത്ര കിട്ടി? 3 എണ്ണം കിട്ടി അല്ലേ? മനസ്സിലായോ? അതായത് ആകെ ഉള്ള തുക, അത് മിഠായിയുടെ എണ്ണമാവാം, പണമാവാം, കിലോഗ്രാം ആവാം, എന്ത് തന്നെ ആയാലും ആകെ കിട്ടുന്ന തുക ഹരിക്കണം എണ്ണം. എത്ര പേർക്കാണോ വീതിച്ചു കൊടുക്കേണ്ടത് അതാണ് താഴെ ഈ എണ്ണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അച്ഛൻ കൊണ്ടുവന്ന 9 മിഠായികളാണ്. അതിൽ 3 പേർക്ക് വീതിച്ചെടുക്കണം. അങ്ങനെയാകുമ്പോൾ ഒരു കുട്ടിക്ക് ശരാശരി എത്ര കിട്ടി? 3 എണ്ണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി തുടർന്ന് ഒരുപാട് ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്. അതിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി ഈ ശരാശരി എന്ന ആശയം നമ്മുടെ മനസ്സിലേക്ക് വരും. ഇപ്പൊ നമ്മൾ പറഞ്ഞു ശരാശരി സമം തുക ബൈ എണ്ണമാണ് അല്ലേ? ഈ സൂത്രവാക്യത്തെ തന്നെ നമുക്ക് ശരാശരി കാണണമെങ്കിൽ തുക ബൈ എണ്ണം. ഇനി തുക കാണണമെങ്കിൽ എങ്ങനെയാണ് കാണുക, എണ്ണം കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം. മുകളിൽ ഒരു ബോക്സ് കാണുന്നുണ്ടോ? അതിൽ നമ്മൾ കുറച്ചു മുന്നേ അച്ഛൻ കൊണ്ടുവന്ന മിഠായിയുടെ കണക്ക് പറഞ്ഞു അല്ലേ? ഇനി വേറൊന്ന്, നമ്മുടെ വീട്ടില് 12 ആപ്പിളുകളുണ്ട്. വീട്ടില് 12 ആപ്പിളുകളുണ്ട്. 3 കുട്ടികളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എന്ത് കിട്ടും അല്ലേ? അപ്പൊ ആകെ ആപ്പിളുകളുടെ എണ്ണം 12, ആപ്പിളുകളുടെ എണ്ണം 12, കുട്ടികളുടെ എണ്ണം വീതിച്ചെടുക്കേണ്ട
കുട്ടികളുടെ എണ്ണം 3, അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് 4 എണ്ണം കിട്ടും. അത് തന്നെയാണ് ഈ സൂത്രവാക്യം. ശരാശരി സമം തുക ബൈ എണ്ണം. അല്ലെ, ഇവിടെ തുക എത്രയാണ്? തുക സമം 12. അല്ലേ, തുക എന്ന് പറഞ്ഞാൽ 12. ഇനി എണ്ണമോ, എത്ര എണ്ണം? സമം 3. അല്ലേ, നോക്കൂ, ശരാശരിയാണ് കാണേണ്ടത്. അപ്പോ ശരാശരി സമം തുക ബൈ എണ്ണം 12/3 സമം 4. മനസ്സിലായോ? 12/3 സമം 4. ഇനി നോക്കൂ, ഈ ശരാശരിയുടെ ഈ സൂത്രവാക്യത്തിൽ നിന്ന് നമുക്ക് ചിലപ്പോ അടുത്ത ഒരു 3-4 കണക്ക് കഴിയുമ്പോൾ ശരാശരി തന്നിട്ടുണ്ടാവും. അപ്പോ തുകയാണ് കാണേണ്ടി വരിക, ശരാശരിയും എണ്ണം തന്നിട്ടുണ്ടാവും. അതെങ്ങനെയാ കാണുക എന്നും കൂടി നമ്മൾ ആദ്യം തന്നെ സൂത്രവാക്യങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകാം. നോക്കൂ, ഇപ്പൊ ബോർഡിൽ 3 സൂത്രവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കേണ്ട 3 സൂത്രവാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ശരാശരി സമം തുക ബൈ എണ്ണം. ഇത് നിങ്ങൾ 5-6 തവണ ഉരുവിട്ട് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ. ശരാശരി സമം തുക ബൈ എണ്ണം. മറ്റു 2 എണ്ണവും ഇതിന്റെ മറ്റൊരു വകഭേദങ്ങളാണ്. ഇതേ സ്ഥാനങ്ങളൊന്നും മാറ്റിയിട്ടത് മാത്രമേ ഉള്ളൂ ബാക്കി 2 സൂത്രവാക്യങ്ങളിലും. നോക്കൂ, ശരാശരി സമം തുക ബൈ എണ്ണം. ഇനി ആദ്യത്തെ നമുക്കൊന്ന് നോക്കാം. ഇതിലെ ശരാശരി നോക്കൂ, ആപ്പിൾ 12 എണ്ണം ഉണ്ട്, കുട്ടികൾ 3 എണ്ണം. ഒരു കുട്ടിക്ക് എത്ര ആപ്പിൾ കിട്ടും? അതാണല്ലോ ശരാശരി. ആകെ 12 ആപ്പിളിൽ 3 കുട്ടികൾക്ക് വിധിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ശരാശരി എത്ര എണ്ണം കിട്ടും? നോക്കൂ, അപ്പൊ ശരാശരി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? തുക ബൈ എണ്ണം. ഇവിടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്പിൾ 12 എണ്ണമാണ് ഇവിടുത്തെ തുക. അല്ലെ, അപ്പൊ 12/3 സമം എത്ര കിട്ടും? 12ൽ എത്ര തവണ 3 പോകും? 4 തവണ. ഒരു കുട്ടിക്ക് എത്ര ആപ്പിൾ കിട്ടുന്നുണ്ട്? 4 ആപ്പിളുകൾ കിട്ടും. മനസ്സിലായോ? അപ്പൊ ശരാശരി സമം തുക ബൈ എണ്ണം. തുകയും എണ്ണവും തന്നു കഴിഞ്ഞാൽ ശരാശരി കാണേണ്ടതാണിത്. ഇത് നോക്കൂ, അടുത്തൊരു ചോദ്യം നേരെ തിരിച്ചാണ് വരുന്നത്. ശരാശരിയും എണ്ണവും തന്നിട്ടുണ്ട്, അതിൽ തുക കാണണം. നമ്മൾ കണക്കുകൾ വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഈ ഒരു സൂത്രവാക്യത്തെ ആദ്യമേ നമ്മുടെ മനസ്സിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. തുക സമം ശരാശരി ബൈ എണ്ണം. നമുക്ക് ഈ കണക്ക് തന്നെ വെച്ച് നോക്കാം. നോക്കൂ, ഇതിൽ തുകയാണ് കാണേണ്ടത് 12. അല്ലേ, തുക കാണണം. ശരാശരി നമുക്കറിയാം എത്രയാ? ഒരാൾക്ക് 4 എണ്ണം. അപ്പോ തുക കാണാൻ എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു എണ്ണം എത്ര കുട്ടികൾ? 3 സമം 12. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആദ്യം ശരാശരി കാണണം, അതിന് തുക ബൈ എണ്ണം. തുകയും എണ്ണവും തന്നിട്ടുണ്ട്, അപ്പൊ ശരാശരി കണ്ടു. ഇനി നോക്കൂ, ഈ കണക്കിലെ തുകയാണ് കാണേണ്ടത്. എത്ര ആപ്പിൾ ഉണ്ട് എന്നാണ് കാണേണ്ടത്. അതിന് എന്തൊക്കെ തന്നിട്ടുണ്ട്? ശരാശരിയും അറിയാം, എണ്ണം അറിയാം. ശരാശരി എത്ര? 4 എണ്ണം. എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികൾ. അപ്പൊ ആകെ എത്ര ആപ്പിൾ വേണം? 12 ആപ്പിളുകൾ വേണം. മനസ്സിലായോ? അടുത്ത് നോക്കൂ, ഇതിന് 3ാമത്തെ വകഭേദം എണ്ണം ആണ് കാണേണ്ടത്. തുകയും അറിയാം, ശരാശരിയും അറിയാം. തുക എത്രയാണ്? 12. അല്ലെ, 12 ആപ്പിളുകളാണ്. ശരാശരി ഒരാൾക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എത്ര പേർക്ക് 12 എണ്ണം ആപ്പിൾ ശരാശരി 4 എണ്ണം വെച്ച് കൊടുത്താൽ എത്ര പേർക്ക് കിട്ടും? നോക്കൂ, 12 4 എത്ര വട്ടം പോവും? 3 തവണ. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടേണ്ട 3 ആൻസറുകളാണ് തന്നിരിക്കുന്നത്. 12 അല്ലേ, തുക കിട്ടി. ശരാശരി 4 നമ്മൾ ഇതിന്ന് കാണേണ്ടതാണത്. 3 എണ്ണം കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് ഓരോ കണക്കുകൾ ചെയ്യുമ്പോഴാണ് ഈ സൂത്രവാക്യങ്ങളുടെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാവുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്. സംഭാവന കണക്ക് ശരാശരി എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ കണക്കാണ്. ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ 6A ക്ലാസ്സിലെ കുട്ടികൾ 1000 രൂപ പിരിക്കാൻ തീരുമാനിച്ചു. ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. എല്ലാവരും ഒരേ തുക കൊടുക്കണമെന്നും നിശ്ചയിച്ചു. ഓരോരുത്തരും എത്ര രൂപ വീതം കൊടുക്കണം? ഇത് എങ്ങനെയാണ് കാണുക എന്നതാണ്. അല്ലേ, നോക്കാം. എങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുക എന്ന് നോക്കാം. അല്ലേ, വഴിക്കണക്കായിട്ടാണ് എല്ലാ കണക്കുകളും ചെയ്യേണ്ടത്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവൂ. നോക്കൂ, ആകെ വേണ്ട തുക. അല്ലേ, ആകെ വേണ്ട തുക
എത്ര രൂപ ആവശ്യമുണ്ട് ലൈബ്രറി ബുക്സ് വാങ്ങാൻ? 1000 രൂപ ആവശ്യമുണ്ട് അല്ലേ? ഇനി ആ ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം വേണ്ടേ? എത്രയാ? കുട്ടികളുടെ എണ്ണം എത്രയാ? ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ് തന്നിരിക്കുന്നത്? 40 അല്ലേ? ആ ക്ലാസ്സില് 40 കുട്ടികളുണ്ട്. ആകെ 1000 രൂപ പിരിക്കണം. എല്ലാവരും ഒരേ തുകയാണ് പിരിക്കേണ്ടത് എങ്കിൽ ഒരാൾ എത്ര രൂപ പിരിക്കണം എന്നാണ് അല്ലേ? അപ്പോ ഇവിടെ തുകയും തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ട്. ഇനി കാണേണ്ടത് എന്താണ്? ശരാശരി ഒരു കുട്ടി എത്ര രൂപ പിരിക്കണം എന്നല്ലേ? അപ്പൊ നോക്കൂ, അത് നമുക്ക് എന്താ കാണേണ്ടത്? ശരാശരിയാണ് കാണേണ്ടത് അല്ലേ? അപ്പൊ ശരാശരി സമം എന്താണ്? തുക ബൈ എണ്ണം അല്ലേ? നോക്കൂ, മുകളിൽ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശരാശരി സമം തുക ബൈ എണ്ണം. ഇതില് തുക എത്രയാണ്? നോക്കൂ, എത്രയാ തുക? എത്ര രൂപയാണ് പിരിക്കേണ്ടത്? അതാണ് ഇവിടുത്തെ തുക. എത്രയാണ്? 1000 ഹരിക്കണം എണ്ണം എത്രയാണ്? 40. 1000 ഹരിക്കണം 40 അല്ലെ? ഇനി എങ്ങനെയാ അത് ഹരിക്കുക? ഒന്ന് നോക്കാം അല്ലെ? നോക്കൂ, 1000 ഹരിക്കണം 40 അല്ലെ? നോക്കൂ, 40 10ൽ പോവില്ല, 100ൽ എത്ര വട്ടം പോവും? 2 തവണ പോവും അല്ലെ? 2 × 40 80. ബാക്കി എത്ര ഉണ്ട്? 20 ഉണ്ട് അല്ലെ? 100ന്ന് 80 കമ്മിയാക്കിയാൽ 20. 20ൽ 40 പോവോ? പോവില്ല അല്ലെ? അപ്പൊ എന്തുണ്ട്? ഈ 100ന് ശേഷമുള്ള ഒരു 0 ഇവിടെ കിടക്കുന്നുണ്ട്. ആ 0 ഞാൻ ഇറക്കിയിട്ടു. ഇപ്പൊ എന്തായി? 200ൽ എത്ര വട്ടം പോവും? 100ൽ 2 തവണ പോവും, 80 കിട്ടി. ബാക്കി 20, ഒരു 0 ഇറക്കിട്ടു. 200ലോ എത്ര വട്ടം പോവും? I 4 20. അപ്പൊ 5 × 40 200 അല്ലെ? അപ്പൊ ഇവിടെ 5 ഇട്ടു. 5 × 40 200. ശിഷ്ടം ഉണ്ടോ? 0 കിട്ടിയത് അല്ലെ? അപ്പോ ഓരോ കുട്ടികളും ഒരേ രൂപ തന്നെ എടുക്കാവുന്നതാണ് അല്ലെ? എത്രയാണോ ഒരു കുട്ടി എടുക്കുന്നത് അത് തന്നെയാണ് എല്ലാവരും എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി ഇവിടെ എത്ര രൂപ എടുക്കണം? 25 രൂപ എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ആ 6A ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം 40 കുട്ടികളാണുള്ളത്. അവരെല്ലാവരും കൂടി പിരിച്ചാൽ 1000 രൂപ കിട്ടണം. ഓരോ കുട്ടിയും ഒരേ തുക എടുക്കുകയും വേണം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ചോദ്യത്തിൽ തന്നതിനെ എടുത്ത് വഴിക്കണക്കായി എഴുതണം. ആകെ വേണ്ട തുക എത്ര രൂപയാണ് പിരിക്കേണ്ടത്? 1000. ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 40. ഇപ്പൊ ഇവിടെ കാണേണ്ട എന്താ? തുകയും കിട്ടി, എണ്ണവും കിട്ടി. ഒരു കുട്ടി ശരാശരി എത്ര രൂപ എടുക്കണമെന്നാണ് അല്ലെ? അപ്പൊ എന്താ? ശരാശരി സമം തുക ബൈ എണ്ണം. ആകെ ഇവിടുത്തെ തുക എത്രയാണ്? 1000 രൂപ. എണ്ണം എത്രയാണ്? 40 രൂപ. 1000 ഹരിക്കണം 40 25 രൂപ. മനസ്സിലായോ? എന്നാ അടുത്ത കണക്ക് നോക്കൂ. അടുത്ത കണക്ക് ഇങ്ങനെയാണ്. 6B ക്ലാസ്സിൽ 30 കുട്ടികളാണുള്ളത്. ഒരു ചികിത്സാ സഹായ നിധിയിലേക്ക് ഈ ക്ലാസ്സിൽ നിന്ന് 1200 രൂപ സംഭാവനയായി കിട്ടി. ഓരോ കുട്ടിയും എത്ര രൂപ വീതമാണ് കൊടുത്തതെന്ന് പറയാമോ? നോക്കാം അല്ലെ? ഇതും വഴിക്കണക്കായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ എന്തൊക്കെ തന്നിരിക്കുന്നു എന്നത് ആദ്യം നോക്കണം. എന്തൊക്കെയാണ്? 6B ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്നാ പറഞ്ഞത്? 30 കുട്ടികളുണ്ട് അല്ലെ? ഇനി ആകെ പിരിച്ച തുക എത്രയാണ്? 1200 രൂപ. ഇനി ചോദ്യം എന്താണ്? ഓരോ കുട്ടിയും എത്ര രൂപ വീതമാണ് എടുത്തത്? അതായത് ഒരു കുട്ടി ശരാശരി എത്ര രൂപ എടുത്തിട്ടാണ് 1200 രൂപയായത്? നമുക്ക് നോക്കാം അല്ലെ? ശ്രദ്ധിക്കൂ, നോക്കൂ. ഈ കണക്ക് എങ്ങനെയാണ് വഴി എഴുതുക? കിട്ടിയ തുക അല്ലെ? 6B ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടി പിരിച്ച് കിട്ടിയ തുക എത്രയാണ്? 1200 രൂപ. അപ്പൊ ഈ കണക്കിലെ തുക എന്ന് പറയുന്നത് ഏതാണ്? ഈ 1200 രൂപയാണ് അല്ലെ? എണ്ണമോ? ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര ഉണ്ട്? 30 കുട്ടികളുണ്ട് അവിടെ അല്ലെ? അപ്പൊ തുകയും കിട്ടി, എണ്ണവും കിട്ടി. ഇനി ചോദ്യം എന്താ കണ്ടെത്തേണ്ടത്? ഒരു കുട്ടി എത്ര രൂപ വീതം എടുത്തതാണ് എന്നാണ് കണ്ടെത്തുന്നത് അല്ലെ? ഒരു കുട്ടി എടുക്കേണ്ട തുക ശരാശരി
ഒരു കുട്ടി എടുക്കേണ്ട തുക, അല്ലെ? ചിലപ്പോൾ ഒരു കുട്ടി 100 രൂപ എടുത്തിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു കുട്ടി 500 രൂപ എടുത്തിട്ടുണ്ടാവാം. നമുക്ക് അതല്ല ഇവിടെ കണ്ടെത്തേണ്ടത്, എന്താ? ശരാശരി എന്നാണ്, ഏകദേശം, അല്ലേ? കറക്റ്റായിട്ട് ഒരു കുട്ടി എടുക്കണം എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കണക്കിന് നമ്മൾ പറഞ്ഞു ഓരോ കുട്ടിയും ഒരേ തുക എടുക്കണം, അതുകൊണ്ടാണ് 25 രൂപ ഓരോ കുട്ടി എടുത്തപ്പോൾ കറക്റ്റായി കിട്ടി. പക്ഷെ ഇവിടെ ശരാശരിയാണ് കാണേണ്ടത്. 30 കുട്ടിയും പലതരത്തിലുള്ള രൂപയാണ് കൊണ്ടുവന്നിട്ടുണ്ടാവുക. പക്ഷെ ഏകദേശം ഒരു കുട്ടി എത്ര തന്നു എന്നാണ്, അല്ലെ? നോക്കൂ, ഇവിടെ കാണേണ്ടത് എന്താണ്? ശരാശരി, അല്ലെ? ശരാശരി സമം തുക ബൈ എണ്ണം. ഇവിടുത്തെ തുക എത്രയാണ്? 1200 രൂപ. എണ്ണം, കുട്ടികളുടെ എണ്ണം എത്രയാണ്? 30. കണ്ടോ? ഇനി ഹരിക്കാൻ നിങ്ങൾക്ക് അറിയാം, അല്ലെ? ഇനി ആദ്യം 1200 ഹരിക്കണം 30 എന്ന് നമ്മൾ എഴുതി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് എളുപ്പ വഴി ഇവിടെ കാണിച്ചു തരാം. ഹരിക്കുന്നതുകൊണ്ട് ഈ 0 വെട്ടി, ബാക്കി 120/3, അല്ലെ? എത്രയാ? 12ൽ എത്ര തവണ 3 പോകും നോക്കിയാ പോരെ? നിങ്ങൾക്ക് ഗുണന പട്ടിക അറിയാലോ, അല്ലെ? എത്ര വട്ടം പോവും? 4 തവണ പോവും, അല്ലെ? 3 4 12. ബാക്കി എന്തുണ്ട് അവിടെ? 12ന് ശേഷം ഇവിടെ എന്തുണ്ട്? ഒരു 0 ഉണ്ട്. ആ 0 എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. 40 രൂപ. അപ്പൊ ഒരു കുട്ടി എത്ര എടുക്കണം? 40 രൂപ എടുക്കണം. ഈ കണക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ആകെ പിരിച്ചു കിട്ടിയ തുക 1200. അത് എത്ര കുട്ടികളാണ് പിരിച്ചത്? 30 കുട്ടികൾ. അപ്പൊ തുക എന്ന് പറയുന്നത് 1200, എണ്ണം എന്ന് പറയുന്നത് 30, അല്ലെ? അപ്പൊ ശരാശരിയാണ് ഇനി കാണേണ്ടത്. ശരാശരി സമം തുക ബൈ എണ്ണം. അതായത് 1200 ഹരിക്കണം 30 സമം 40 രൂപ. ഒരു കുട്ടി ഏകദേശം അല്ലെങ്കിൽ ശരാശരി എത്ര രൂപ എടുക്കണം എന്ന് പറഞ്ഞാൽ 40 രൂപ, അല്ലെ? ശരാശരി എന്ന് പറയുമ്പോൾ നമ്മൾ നിഗമനത്തിൽ എത്തുകയാണ് കേട്ടോ. എല്ലാ കുട്ടിയും 40 രൂപ എടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരു കുട്ടി 60 രൂപ എടുത്തിട്ടുണ്ടാവാം, ഒരു കുട്ടി 20 രൂപ എടുത്തിട്ടുണ്ടാവും. പക്ഷെ ശരാശരി ഒരു കുട്ടി എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? ആവറേജ് ആണ് കണക്ക്. അതിന്റെ തുക ഹരിക്കണം എണ്ണം, അതാണ് ശരാശരി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നോക്കൂ, അടുത്ത കണക്കൊന്ന് നോക്കാം. ശരാശരി കണക്കുകൾ പേജ് നമ്പർ 20-ലെയാണ്. മണിക്കുട്ടൻ എല്ലാ ദിവസവും സൊസൈറ്റിയിൽ പാൽ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ആകെ 56 ലിറ്റർ പാലാണ് കൊടുത്തത്. ഒരു ദിവസം ശരാശരി എത്ര ലിറ്റർ പാലാണ് കൊടുത്തത്? ഇപ്പൊ ഈ ചോദ്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് നോക്കൂ. ആകെ കൊടുത്ത പാല്, അല്ലെ? കഴിഞ്ഞ ആഴ്ച ആകെ കൊടുത്ത പാൽ എത്ര ലിറ്ററാണ്? 56 ലിറ്റർ, അല്ലെ? ഇനി ഇവിടെ പറയാതെ പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. എന്താണ്? കഴിഞ്ഞ ആഴ്ച എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ എണ്ണം എത്ര ദിവസം വരും? ഒരാഴ്ചയിൽ എത്ര ദിവസമാണ് മക്കളെ? 7 ദിവസം, അല്ലെ? അപ്പൊ നമുക്ക് 2 കാര്യങ്ങളാണ് ഇന്ന് കിട്ടിയത്. ആകെ കൊടുത്ത പാൽ 56 ലിറ്റർ, പിന്നെയോ എത്ര ദിവസം കൊടുത്തു? എണ്ണം എത്രയാണ്? 7 ദിവസം. ഇനി കാണേണ്ടത് എന്താണ്? ശരാശരി ഒരു ദിവസം എത്ര ലിറ്റർ പാലാണ് കൊടുത്തത് എന്ന്, അല്ലെ? നോക്കൂ, ഒന്ന് ശ്രദ്ധിക്കൂ. ആകെ കൊടുത്ത പാല് എത്രയാ? 56 ലിറ്റർ. ഞാൻ L എന്ന് എഴുതി, ലിറ്റർ, അല്ലേ? ദിവസങ്ങളുടെ എണ്ണം ഒരാഴ്ച എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോ അത് നമുക്ക് ആഴ്ച കണക്കാക്കാൻ പറ്റില്ല, ദിവസങ്ങളുടെ എണ്ണമാണ് കണക്കാക്കേണ്ടത്. ഒരു ദിവസം എത്ര കൊടുത്തു എന്നാ ചോദിച്ചിരിക്കുന്നത്. ദിവസങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പോ 7, അല്ലെ? 7 ദിവസമാണ് ഒരാഴ്ച. ഇനി കാണേണ്ടത് എന്താണ്? 7 ദിവസം കൂടി കൊടുത്തപ്പോൾ 56 ലിറ്റർ ആയി എങ്കിൽ ഒരു ദിവസം ശരാശരി എത്ര ലിറ്റർ പാൽ കൊടുത്തു എന്നാണ്. ഇവിടെയും കാണേണ്ടത് എന്താണ്? ശരാശരി, അല്ലെ? ശരാശരി എന്താ കാണാൻ അറിയാം, അല്ലെ? ശരാശരി സമം തുക ഹരിക്കണം എണ്ണം, അല്ലെ? നോക്കൂ, തുക ഇവിടെ എത്രയാണ്? 56 ലിറ്റർ, അല്ലെ? എണ്ണം, ദിവസങ്ങളുടെ എണ്ണം എത്രയാണ്? 7. നോക്കൂ, 56 ലിറ്റർ പാൽ 7 ദിവസം കൊടുത്തപ്പോൾ ശരാശരി ഒരു ദിവസം എത്ര പാൽ കൊടുത്തു എന്നാണ്. 56 7ന്റെ ഗുണനപ്പട്ടിക ചൊല്ലി നോക്കുക, അല്ലേ? 7 7 7 14 അങ്ങനെ ചൊല്ലുമ്പോൾ 8 7 56 എന്ന് കിട്ടും. 8 × 7 56. അപ്പൊ നോക്കൂ, 8 ലിറ്റർ പാല് ഒരു ദിവസം ശരാശരി കൊടുത്തിട്ടുണ്ടെങ്കിലാണ് അയാൾക്ക് ഒരാഴ്ച കൊണ്ട് 56 ലിറ്റർ അവിടെ സൊസൈറ്റിയിൽ കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആകെ തുക എന്ന് പറയുന്നത്
ആകെ കൊടുത്ത പാലിന്റെ അളവ് 56 ലിറ്റർ. എണ്ണം എന്ന് പറയുന്നത് നമുക്ക് നോക്കൂ, ചോദ്യത്തിൽ ഡയറക്റ്റ് ആയിട്ട് എണ്ണം തന്നിട്ടില്ല. അതിനാണ് അവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച. ആഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം അല്ലെ. ഒരു മാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ദിവസം അല്ലെ. ചില മാസങ്ങളിൽ 31 ദിവസം വരെ. അപ്പൊ നോക്കൂ, കഴിഞ്ഞ ആഴ്ച, അപ്പൊ 7 ദിവസം. അപ്പോ ഒരു ദിവസം ശരാശരിയാണ് കാണേണ്ടത്. ശരാശരി സമം തുക ബൈ എണ്ണം. ആകെ കൊടുത്ത പാൽ 56 ലിറ്റർ. കൊടുത്ത ദിവസങ്ങളുടെ എണ്ണം 7. 56 ഹരിക്കണം 7, 8 ലിറ്റർ. മനസ്സിലാവുന്നുണ്ടോ? നോക്കൂ, അടുത്ത കണക്ക് നോക്കാം. ഒരാളുടെ 5 ദിവസത്തെ ചെലവ് 300 രൂപ, 250 രൂപ, 270 രൂപ, 280 രൂപ, 290 രൂപ എന്നിങ്ങനെയാണ്. അയാൾക്ക് ഒരു ദിവസം ശരാശരി എത്ര രൂപയാണ് ചെലവായത്? ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഒരു ദിവസത്തെ ചെലവ് ആദ്യത്തെ ദിവസം 300 രൂപ അല്ലെ, പിന്നെ 250 രൂപ, പിന്നെ 270 രൂപ. അപ്പൊ ഓരോ ദിവസത്തെയും കറക്റ്റായ തുക നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ കാണേണ്ടത്? ശരാശരിയാണ് കാണേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ശരിയായ തുകയും ശരാശരി എന്ന്? ആകെ ലഭിച്ച അല്ലെങ്കിൽ ആകെ ചെലവാക്കിയ തുക നമുക്ക് കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് ആദ്യം അറിയണം അല്ലെ. എന്നിട്ട് എത്ര ദിവസം കൊണ്ടാണ് ചെലവാക്കിയത് എന്നറിയണം. അപ്പോൾ നമുക്ക് ശരാശരി ഒരു ദിവസം ചെലവാക്കിയത് എത്രയെന്ന് കിട്ടും അല്ലെ. നോക്കൂ, ബോർഡിലേക്ക് ശ്രദ്ധിക്കൂ. ആദ്യത്തെ ദിവസം എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ട്? 300 രൂപ ചെലവാക്കിയിട്ടുണ്ട്. പിന്നെയോ 250 രൂപ, പിന്നെ 270 രൂപ, അടുത്തത് 280 രൂപ, പിന്നീട് 290 രൂപ അല്ലെ. 5 ദിവസം. ഇത് 1-ാം ദിവസം, ഇത് 2-ാമത്തെ, ഇത് 3, ഇത് 4-ാം ദിവസം, ഇത് 5-ാം ദിവസം അല്ലെ. നോക്കൂ, ഇനി ഇതൊന്ന് കൂട്ടി നോക്കാം അല്ലെ. 0, 9, 17, 24, 5, 29, 9, ബാക്കി 2, 2, 4, 6, 8, 11, 11, 2, 13, 1390 എന്ന് കിട്ടും അല്ലെ. ഇനി നമുക്ക് വഴി നോക്കാം അല്ലെ. ഇപ്പൊ അയാള് ചെലവഴിച്ച തുക എത്രയാണെന്ന് കിട്ടി. ഇനി വഴി അല്ലെ. ആകെ ചിലവഴിച്ച തുക, ആകെ ചിലവഴിച്ച തുക എത്രയാണ്? 1390 രൂപ അല്ലെ. ആകെ ചെലവഴിച്ച എത്രയാണ്? 1390 രൂപ അല്ലെ. ദിവസങ്ങളുടെ എണ്ണം, ദിവസങ്ങളുടെ എണ്ണം എത്ര ദിവസം കൊണ്ടാണ് ഇദ്ദേഹം ഈ 1300 രൂപ ചെലവാക്കിയത്? 1390. 1, 2, 3, 4, 5 ദിവസം കൊണ്ട് അല്ലെ. 5 ദിവസം കൊണ്ട്. ഇനി കാണേണ്ടത് എന്താണ്? ശരാശരി ഒരു ദിവസം ആ വ്യക്തി എത്ര രൂപ ചെലവാക്കി. ഇവിടെയും കാണേണ്ട എന്താ? ശരാശരി അല്ലെ. അപ്പൊ നമുക്കറിയാം ശരാശരി സമം തുക ഹരിക്കണം എണ്ണം. നമുക്ക് എല്ലാ കണക്കിലും ഞാൻ ശരാശരി എന്ന് എഴുതാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇത് എഴുതില്ല, നേരിട്ട് ഞാൻ കണക്കിലേക്ക് പോകും. തുക ഇവിടെ എത്രയാണ്? തുക ആകെ ചെലവഴിച്ച തുക എത്രയാണ്? 1390 തുക ഹരിക്കണം എണ്ണം. ദിവസങ്ങളുടെ എണ്ണം എത്രയാണ്? 5 അല്ലേ. ഇത് കുറച്ച് വലിയൊരു സംഖ്യ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹരിച്ച് തന്നെ നോക്കാം അല്ലെ. നോക്കൂ, 1390 ഹരിക്കണം 5. 13 ആദ്യത്തെ 1 പോവില്ല, 13 5 2 തവണ പോവും. അപ്പോ ഈ 5 10. 13 10 പോയാൽ ബാക്കി 3. 3 5 പോവില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? 13 ശേഷമുള്ള അടുത്ത സംഖ്യ ഇറക്കിയിട്ട് താഴേക്ക്. 39 എത്ര തവണ 5 പോവും? 6 5 30, 7 5 35. 7 × 5 35. 39 നിന്ന് 35 കമ്മിയാക്കിയാൽ, അല്ലെങ്കിൽ 9 നിന്ന് 5 കമ്മിയാക്കിയാൽ 4, 3 നിന്ന് 3 കമ്മിയാക്കിയാൽ 0. അത് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. 4 5 പോവില്ല അല്ലെ, 5-നേക്കാട്ടിലും ചെറുതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ 9 ശേഷം ഒരു സംഖ്യ കൂടി ഉണ്ട് 0, അത് ഇങ്ങോട്ട് ഇറക്കിയിട്ടു. 40 5 എത്ര തവണ പോവും? 8 തവണ പോകും അല്ലെ. 8 × 5 40. ശിഷ്ട 40 40 കുറച്ചാൽ 0. അപ്പൊ അദ്ദേഹം ഒരു ദിവസം ശരാശരി ചെലവാക്കിയത് 278 രൂപയാണ്. മനസ്സിലായോ?
ഒന്നുകൂടി പറഞ്ഞുതരാം. 5 ദിവസങ്ങളിലായി അദ്ദേഹം ചെലവഴിച്ചത് എങ്ങനെ കാണുക? 5 ദിവസത്തെയും ചെലവുകൾ കൂട്ടുക. അങ്ങനെ കൂട്ടിയിട്ട് 1390 കിട്ടി. അപ്പൊ ഇവിടുത്തെ തുക എത്രയാണ്? ആകെ ചെലവഴിച്ച തുക 1390, ദിവസങ്ങളുടെ എണ്ണം 5. ഇനി എന്താ കണ്ടത്? ശരാശരി ചെലവാക്കിയതാണ് കണ്ടത്. അതിനെന്താ ചെയ്യുള്ളൂ? ശരാശരി സമം തുക ബൈ എണ്ണം. ഇത് രണ്ടും ഇവിടെ തന്നിട്ടുണ്ട്. തുക 1390, എണ്ണം 5. 1390 ആയിരിക്കണം 5 എത്രയാണ്? 278 രൂപ. മനസ്സിലായോ? അപ്പൊ അദ്ദേഹം ഏകദേശം ചെലവാക്കിയത് 278 രൂപയാണ്. നോക്കൂ, ഒരു ദിവസം തന്നെ അദ്ദേഹം 300 ചെലവാക്കിയിട്ടുണ്ട്, 290 ചെലവാക്കിയിട്ടുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളൊരു തുകയാണ് 278, അല്ലേ? അപ്പൊ കറക്റ്റായ എമൗണ്ട് അല്ല ഇത് ശരാശരി എന്ന് പറയുന്നത്. എന്താണ്? ഒരു നിഗമനമാണ്. ഏകദേശം അദ്ദേഹം 278 രൂപയാണ് ചെലവാക്കിയത്. ഇനി ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 300, ഒരു ദിവസം 250, അങ്ങനെ നമുക്ക് കാണുകയും ചെയ്യാം. മനസ്സിലായോ? അടുത്തൊരു ചോദ്യം, പേജ് നമ്പർ 21 ഒരു ബോക്സ് കാണാം. 5 കുട്ടികളുണ്ട്. സുധീർ, രവി, രമേഷ്, സുഹൈൽ, ജോസഫ് എന്ന് പറയുന്ന 5 കുട്ടികളുടെ പേരും അവർക്ക് വേണ്ട ഷർട്ട് അടിക്കാൻ വേണ്ട തുണിയുടെ അളവും, യൂണിഫോം അടിക്കാൻ വേണ്ട തുണിയുടെ അളവും തന്നിട്ടുണ്ട്. ആ കണക്ക് വായിച്ചൊന്ന് ചെയ്ത് നോക്കുക. ഉത്തരവും അതിൽ തന്നെ തന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്തു തരേണ്ട ആവശ്യമില്ല. എല്ലാ വഴികളും ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത കണക്കിലേക്ക് ഒന്ന് പോകാം. നോക്കൂ, പേജ് നമ്പർ 22 ഒന്നാമത്തെ കണക്ക് നോക്കൂ. തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സിൽ ഹാജരായ കുട്ടികളുടെ എണ്ണം 34, 35, 32, 33, 31 എന്നിവയാണ്. ഓരോ ദിവസവും ശരാശരി എത്ര കുട്ടികൾ ക്ലാസ്സിൽ വന്നു? അല്ലേ? അത് നോക്കാം അല്ലേ? നോക്കൂ, ഈ കണക്കില് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 5 ദിവസവും കൂടി ആകെ വന്ന കുട്ടികൾ, അല്ലെ? തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ്സിൽ ഹാജരായിരിക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്ത എണ്ണം കുട്ടികളാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആകെ ആ 5 ദിവസം, തിങ്കൾ മുതൽ വെള്ളി വരെ എത്ര ദിവസമുണ്ട്? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, 5 ദിവസം, അല്ലെ? ഈ 5 ദിവസം കൂടി ക്ലാസ്സിൽ എത്ര കുട്ടികൾ വന്നു? നോക്കൂ, ആദ്യത്തെ ദിവസം 34, പിന്നെ 35, 32, 33, 31, അങ്ങനെ 5 ദിവസം കൂടി എത്ര കുട്ടികൾ വന്നു? 165 കുട്ടികളാണ് ക്ലാസ്സിൽ ആ ആഴ്ച വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ നോക്കൂ, ആകെ കുട്ടികൾ എത്ര വന്നു? അവിടെ എത്ര വന്നു? 165 വന്നു, അല്ലേ? ആകെ കുട്ടികൾ, ആകെ ഹാജരായ കുട്ടികൾ എന്ന് വേണം എഴുതാം കേട്ടോ. ഹാജരായ കുട്ടികൾ, ആകെ ഹാജരായ കുട്ടികൾ എത്രയാ? 165. ഇനി എത്ര ദിവസം കൊണ്ടാണ് 165 പേര് വന്നത്? അവിടെ എത്ര ദിവസം ഉണ്ട്? തിങ്കൾ മുതൽ വെള്ളി വരെ എത്ര ദിവസമാണ്? 5 ദിവസം. ഇനി കാണേണ്ടത് എന്താണ്? ചോദ്യം എന്താണ്? ഓരോ ദിവസവും ശരാശരി എത്ര കുട്ടികൾ വന്നു? 5 ദിവസം കൊണ്ട് 165 കുട്ടി വന്നുവെങ്കിൽ ഒരു ദിവസം ശരാശരി എത്ര കുട്ടികൾ വന്നു എന്നാണ്, അല്ലെ? അപ്പൊ എന്താ? ഇനി ശരാശരി സമം തുക ബൈ എണ്ണം എന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെ? മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശരാശരി സമം എന്താണ്? തുക ബൈ എണ്ണം. തുക എത്രയാണ് ഇവിടെ? 165. എണ്ണം എത്രയാണ്? 5. 165 ബൈ 5 ഒന്ന് ഹരിച്ചു നോക്കാം. നോക്കൂ, 165 ഹരിക്കണം 5. 5, 5, 5, 10, 3, 5, 15, 16 താഴെ പിന്നെ 15, അല്ലെ? 3 × 5 15. 6ൽ നിന്ന് 5 കുറച്ചാൽ 1, 1ൽ നിന്ന് 1 കുറച്ചാൽ 0. അത് എഴുതേണ്ട ആവശ്യമില്ല. 1ൽ 5 പോവില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? അടുത്ത 5 ഇറക്കിയിട്ടു. 15ൽ എത്ര തവണ 5 പോകും? 3 തവണ പോകും, അല്ലെ? 3 × 5 15. സിസ്റ്റം 0. അപ്പൊ നോക്കൂ, 33 കുട്ടികളാണ് ശരാശരി ഒരു ദിവസം ക്ലാസ്സിൽ ഹാജരായത്. 5 ദിവസവും കൂടി 165 കുട്ടികൾ ക്ലാസ്സിൽ വന്നു. എത്ര ദിവസം എടുത്തത്? 5 ദിവസം. ആകെ വന്ന കുട്ടികൾ എത്രയായി? 165. ശരാശരി ഒരു ദിവസം വന്നത് കണക്കാക്കാൻ എന്ത് ചെയ്യണം? തുക ബൈ എണ്ണം. തുക 165, 5 ദിവസം. 165 ബൈ 5 33. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത കണക്കിലേക്ക് നോക്കാം. അടുത്ത കണക്കൊന്ന് വായിക്കൂ. മജീദിന്റെ വീട്ടിലെ ചില മാസങ്ങളിലെ വൈദ്യുതി ഉപഭോഗം പട്ടികയിൽ കാണിച്ചിരിക്കുന്നു. ആ വീട്ടിൽ ഒരു മാസം ശരാശരി എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്? ശരാശരിയേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച മാസങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഒരു പട്ടിക കാണുന്നുണ്ട്, അല്ലേ?
എത്ര മാസം ഉണ്ട്? 1, 2, 3, 4, 5 മാസം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ അല്ലേ? നോക്കൂ, ഇതിലെങ്ങനെയാണ് വഴി എഴുതുക എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ, മജീദിന്റെ വീട്ടിലെ 5 മാസങ്ങളിലെ കറണ്ടിന്റെ ഉപയോഗമാണ് അല്ലെ. ജനുവരി മാസത്തിൽ 85, ഫെബ്രുവരി മാസത്തിൽ 90 യൂണിറ്റ്, മാർച്ചിൽ 75 യൂണിറ്റ്, ഏപ്രിൽ 82 യൂണിറ്റ്, മെയ് 78 യൂണിറ്റ്. ആകെ എത്ര മാസം ഉണ്ട്? 1, 2, 3, 4, 5 അല്ലെ. 5 മാസവും കൂടി എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്നെങ്ങനെ കാണുക? ഇതെല്ലാം കൂടി കൂട്ടുക അല്ലെ. 5 മാസത്തെ എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി? 410 യൂണിറ്റ് കിട്ടി അല്ലെ. 410 യൂണിറ്റ് കിട്ടി. അപ്പൊ ഇവിടെ നോക്കൂ, ആകെ ഉപയോഗിച്ച വൈദ്യുതി എത്ര യൂണിറ്റ് ആണ്? 410 യൂണിറ്റ് അല്ലെ. 410 യൂണിറ്റ്. ഉപയോഗിച്ച മാസങ്ങളുടെ എണ്ണം, എത്ര മാസം ഉപയോഗിച്ചിട്ടുണ്ട് വൈദ്യുതി? 5 മാസം അല്ലെ. 5 മാസം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ചോദ്യം എന്താണ്? ഒരു മാസം ശരാശരി എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നോക്കൂ, 5 മാസം വൈദ്യുതി ഉപയോഗിച്ചു. 5 മാസം കൂടി 410 യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ ശരാശരി ഒരു മാസം എത്ര ഉപയോഗിച്ചു? എങ്ങനെ ശരാശരി കാണുകയെന്ന് പറഞ്ഞ്? ശരാശരി സമം തുക ബൈ എണ്ണം അല്ലെ. തുക ഹരിക്കണം എണ്ണം. ഇവിടെ തുക എത്രയാണ്? 410. എണ്ണോ 5 അല്ലെ. 410 ബൈ 5. തുക ബൈ എണ്ണം. മനസ്സിലാവുന്നുണ്ടോ? തുക ഹരിക്കണം എണ്ണം അല്ലെ. ഇനി 410നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക നോക്കാം. 410 ഹരിക്കണം 5 അല്ലെ. നോക്കൂ, 4ൽ 5 പോവില്ല. പിന്നെ എന്താ ഉള്ളത്? 41 ഉണ്ട്. 41ല് 8 തവണ 5 പോകും. 8 × 5 40. 8 × 5 40. അപ്പൊ 1ന് 0 പോയാൽ 1, 4ന് 4 പോയാൽ 0, ഒന്നുമില്ല. 1ൽ 5 പോവോ? പോവില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? ഒരു 0 ഉണ്ട് ഇവിടെ 41ന് ശേഷം. ആ 0 ഇവിടെ ഇറക്കിയിട്ടു. ഇപ്പോഴോ 10ൽ എത്ര തവണ 5 പോവും? 2 തവണ. 2 × 5 10. സിസ്റ്റം 0. അങ്ങനെയാണെങ്കിൽ എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് ആവറേജ് ഒരു മാസം ഉപയോഗിച്ചത്? 82 യൂണിറ്റ്. നോക്കൂ, ഒന്നുകൂടി പറഞ്ഞു തരാം. മജീദ് 5 മാസമായിട്ട് വീട്ടിൽ കറണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 5 മാസവും വ്യത്യസ്തമായ യൂണിറ്റുകളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ 5 മാസവും കൂടി മജീദിന്റെ വീട്ടിൽ 410 യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്. അത് മനസ്സിലായല്ലോ. ഈ 410 യൂണിറ്റ് ഉപയോഗിച്ചത് 5 മാസം കൊണ്ടാണെങ്കിൽ ഒരു മാസം ശരാശരി എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് തുകയും കിട്ടി. തുകയായിട്ട് 410 യൂണിറ്റ് ഉണ്ട്. മാസങ്ങളുടെ എണ്ണം 5 മാസം. അപ്പൊ 410 ഹരിക്കണം 5 സമം 82 യൂണിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ് അല്ലെ. എല്ലാ കണക്കിലും ഇതുവരെ ചെയ്തതൊക്കെ എന്താണ് സൂത്രവാക്യം? ശരാശരി സമം തുക ഹരിക്കണം എണ്ണം. ഇപ്പൊ മനസ്സിലായോ? ഇനിയിപ്പോ ശരാശരി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചോദ്യത്തിനും ആദ്യം എന്താണ് എഴുതേണ്ടത്? ശരാശരി സമം തുക ബൈ എണ്ണം. മനസ്സിലാവുന്നുണ്ടോ?